Question number 1. A box contains cards numbered 6 to 50. A card is drawn at random from the box. The probability that the drawn card has a number which is a perfect square like 4, 9, etc. is option. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് എൻ ഇവന്റ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബോക്സ് കണ്ടെയ്ൻ കാർഡ്സ് നമ്പേർഡ് ഫ്രം 6 to 50. ഒരു ബോക്സിൽ 6 to 50 ദാറ്റ് ഈസ് 6, 7, 8 അപ് ടു 50 വരെ നമ്പർ ചെയ്തിട്ടുള്ള കാർഡ്സ് ഉണ്ട്. അപ്പോൾ 6 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 വരെയുള്ള കാർഡ്സ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് എത്രയായിരിക്കും? ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ഈക്വൽ ടു ലാസ്റ്റ് കാർഡിൻ്റെ നമ്പർ എത്രയാണ്? 50. 50 മൈനസ് ഫസ്റ്റ് കാർഡിൻ്റെ നമ്പർ 6 പ്ലസ് 1 നമ്പർ ഓഫ് കാർഡ്സ് ഉണ്ടാവും. 50 മൈനസ് 6 ഇസ് 44 പ്ലസ് 1 ദറ്റ് ഈസ് ഈക്വൽ ടു 45 കാർഡ്സ് ഉണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് 45 കാർഡ്സ് ആണ്. സോ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ് എത്രയാണ്? 45 ആണ്. A card is drawn at random from the box. The probability that the drawn card has a number which is a perfect square like 4, 9, etc. is. അപ്പോൾ ഇവിടെ ഫേവറബിൾ ഔട്ട്കമിൻ്റെ കണ്ടീഷൻ എന്താണ്? നമ്മൾ റാൻഡംലി ഡ്രോ ചെയ്യുന്ന കാർഡിൻ്റെ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫേവറബിൾ ഔട്ട്കംസ് എന്തൊക്കെയായിരിക്കും? 6 to 50 വരെയുള്ള നമ്പേഴ്സിൽ ഏതൊക്കെയാണോ പെർഫെക്റ്റ് സ്ക്വയർ അതാണ് ഫേവറബിൾ ഔട്ട്. നമുക്ക് 1 to 50 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫസ്റ്റ് 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25, 6 സ്ക്വയർ 36, 7 സ്ക്വയർ 49, നെക്സ്റ്റ് 8 സ്ക്വയർ എന്ന് പറയുന്നത് 64 ആണ്. അത് ഗ്രേറ്റർ ദാൻ 50 ആണ്. അതേപോലെ ഇവിടെ കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6ൽ നിന്നാണ് അല്ലേ? അപ്പോൾ 1ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. അത് ലെസ്. സോ ഈ 6 to 50 വരെയുള്ള നമ്പേഴ്സിൽ പെർഫെക്റ്റ് സ്ക്വയർ എന്തൊക്കെയാണ്? 9, 16, 25, 36, 49. അപ്പോൾ ഈ നമ്പേഴ്സുള്ള കാർഡ്സ് ഡ്രോ ചെയ്യാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഡ്രോൺ കാർഡ് ഹാസ് എ നമ്പർ വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. സോ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5. ഓക്കെ. സോ ഫേവറബിൾ ഔട്ട്കം ഇസ് ഈക്വൽ ടു 5 by possible outcome is equal to 45. That is equal to 1, 9. 1 by 9. Answer is option D. Second question. In a circle of diameter 42 cm, if an arc subtends an angle of 60 degree at the center where pi is equal to 22 by 7, then the length of the arc is option. അപ്പോൾ ലെങ്ത് ഓഫ് ദ ആർക്കാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ ആർക്കിൻ്റെ ഈ ലെങ്ത് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് ഗിവൺ നോക്കാം. ഇൻ എ സർക്കിൾ ഓഫ് ഡയമീറ്റർ 42 സെൻറ്റിമീറ്റർ, ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 42 സെൻറ്റിമീറ്റർ എന്ന് ഗിവൺ ആണ്. സോ റേഡിയസ് ഈക്വൽ ടു എന്താണ്? സോ റേഡിയസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2. സോ ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 42 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ഡയമീറ്റർ അല്ലേ? ദറ്റ് ഇസ് 21 സെൻറ്റിമീറ്റർ. ഇത് സെൻറ്റർ ഓഫ് സർക്കിൾ. സോ ഇത് റേഡിയസ് ആണ് 21 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ലെങ്ത്തും 21 സെൻറ്റിമീറ്റർ. ഇഫ് എൻ ആർക്ക് സബ്റ്റൻസ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ, അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ദെൻ ദ ലെങ്ത് ഓഫ് ദ ആർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. തീറ്റ ബൈ 360 ഇൻറ്റു 2 പൈ ആർ. ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. തീറ്റ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, 60 ബൈ 360 ഇൻറ്റു 2 ഇൻറ്റു പൈ. പൈ ഇസ് ഈക്വൽ ടു 22 by 7 ഗിവൺ ആണ്. 22 by 7 ഇൻറ്റു റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 21. ഓക്കെ. centimeter. So length of the arc is equal to 22 centimeter. Answer is option C. Number 3. If sin theta is equal to x and sec theta is equal to y, then tan theta is options. അപ്പോൾ tan theta sin and sec theta ടേംസിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് x and y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ tan theta നമുക്കറിയാം tan theta is equal to sin theta by cos theta. sin theta ഉണ്ട് sec theta ആണുള്ളത്.
അപ്പോൾ കോസ് തീറ്റേനെ സീക്ക് തീറ്റയിലേക്ക് കൺവേർട്ട് ചെയ്യാം. എന്താണ്? വി നോ ദാറ്റ് സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റയാണ്. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു, അതായത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു 1/cos തീറ്റ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു 1/cos തീറ്റ സീക്ക് തീറ്റ sec theta. That is equal to sin theta is equal to x. So x into sec theta is equal to y. That is equal to xy. So tan theta is equal to xy. Answer is option A. Question number 4. The pair of linear equations y is equal to 0 and y is equal to -5 has option. First നമുക്ക് ഈ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷൻ y is equal to 0. അപ്പോൾ y is equal to 0 എന്ന് പറഞ്ഞാൽ ദ പോയിൻറ്റ്സ് ലൈസ് ഓൺ എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ ഇതാണ് y is equal to 0 എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് എക്സ് ആക്സിസിൽ ലൈ ചെയ്യും. നെക്സ്റ്റ് y is equal to -5. y is equal to -5 എന്ന് പറഞ്ഞാൽ this is y is equal to -5. സോ നെക്സ്റ്റ് ഈ രണ്ട് ലൈൻസിൻ്റെ നാച്ചുറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് ഓർ ഈ ലീനിയർ ഇക്വേഷന് എത്ര നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് എന്നൊക്കെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? പാരലൽ ലൈൻസ് ആണ് അല്ലേ. രണ്ട് ലൈൻസും പാരലൽ ലൈൻസ് ആണ്. പാരലൽ ലൈൻസ് ആയതുകൊണ്ട് തന്നെ ദിസ് ടു ലൈൻസ് വിൽ നോട്ട് ഇൻ്റർസെക്ട് അറ്റ് എനി പോയിന്റ് അല്ലേ. ഇത് ഇൻ്റർസെക്ട് ചെയ്യില്ല. ഈ രണ്ട് ലൈൻസും ഒരു പോയിന്റിലും ഇൻ്റർസെക്ട് ചെയ്യില്ല. സോ ഒരു പോയിന്റിലും ഇൻ്റർസെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ നോ സൊല്യൂഷൻ. Okay, so answer is option D, no solution. Question number 5. A fair die is thrown once. The probability of even composite number is. Even എന്താണ്? A die is thrown once അല്ലേ. So possible outcomes എന്തൊക്കെയായിരിക്കും? 1, 2, 3, 4, 5 and 6 ആണ് അല്ലേ. 6 ഫേസസ് ആണ് ഉള്ളത്. സോ ഇതാണ് പോസിബിൾ ഔട്ട്കംസ്. ഇനി ഇവിടെ ഫേവറബിൾ ഔട്ട്കം എന്താണ്? ദ പ്രോബബിലിറ്റി ഓഫ് ഈവൻ കോമ്പോസിറ്റ് നമ്പർ. ഈവൻ കോമ്പോസിറ്റ് നമ്പറാണ് ഫേവറബിൾ ഔട്ട്കം. അപ്പോൾ 1 to 6 വരെയുള്ളതിൽ ഏതൊക്കെയാണ് ഈവൻ കോമ്പോസിറ്റ് നമ്പേഴ്സ് നോക്കുക. ഏതൊക്കെയാണ്? 4ഉം 6ഉം അല്ലേ. അപ്പോൾ നമ്മളൊരു ഡൈ ത്രോ ചെയ്താൽ 4 or 6 കിട്ടാനുള്ള പ്രോബബിലിറ്റിയാണ് ഔട്ട് ചെയ്യേണ്ടത്. Probability of getting even composite number is equal to probability of an event is equal to number of favorable outcome divided by total number of possible outcome. Okay, so ഇവിടെ favorable outcome 4 and 6 ആണ്. So number of favorable outcome is equal to 1, 2. 2 by total number of possible outcomes 1, 2, 3, 4, 5, 6 equal to 1 by 3. Question number 6. 8 chairs and 5 tables cost rupees 10,500 while 5 chairs and 3 tables cost rupees 6,450. The cost of each chair will be options. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ചെയർ ആൻഡ് ടേബിളിൻ്റെ കോസ്റ്റ് ആണ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഒരു ചെയറിൻ്റെ 1 ചെയറിൻ്റെ കോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ചെയറിൻ്റെ കോസ്റ്റും അതേപോലെ 1 ടേബിളിൻ്റെ കോസ്റ്റിനും വാരിയബിൾസ് അസ്യൂം ചെയ്യാം. Let the cost of 1 chair be rupees x and cost of 1 table be rupees y. Next നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യാം. A chair and 5 tables cost rupees 10,500. എയ്റ്റ് ചെയറും 5 ടേബിൾസും കൂടി വാങ്ങിയാൽ rupees 10,500 ആവും അല്ലേ. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്തു 1 ചെയറിൻ്റെ കോസ്റ്റ് rupees x ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8 ചെയർസിൻ്റെ കോസ്റ്റ് എത്രയായിരിക്കും? 1 ചെയറിൻ്റെ കോസ്റ്റ് rupees x ആണെങ്കിൽ 8 ചെയർസിൻ്റെ കോസ്റ്റ് rupees 8x അല്ലേ. സോ 8x പ്ലസ് അതേപോലെ 1 ടേബിളിൻ്റെ കോസ്റ്റ് y ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 5 ടേബിൾസിൻ്റെ കോസ്റ്റ് എന്തായിരിക്കും? 5 into y, that is 5y is equal to 10,500. Equation number 1. Next part, while 5 chairs and 3 tables cost rupees 6,450.
5 ചെയേഴ്സും 3 ടേബിൾസിനും കൂടി കോസ്റ്റ് ചെയ്യുന്നത് ₹6450 ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേപോലെ 1 ചെയറിൻ്റെ കോസ്റ്റ് ₹X ആണ്. സോ 5 ചെയേഴ്സിൻ്റെ കോസ്റ്റ് 5x പ്ലസ് 1 ടേബിളിൻ്റെ കോസ്റ്റ് ₹Y ആണ്. സോ 3 ടേബിൾസിൻ്റെ കോസ്റ്റ് 3y is equal to 6450. Equation number 2. Okay. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സോൾവ് ചെയ്താൽ നമുക്കൊരു ചെയറിൻ്റെ കോസ്റ്റാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. നമ്മൾ എക്സ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കിവിടെ കോഎഫിഷ്യൻറ്റ് സെയിം ആക്കിയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻസ് 8ഉം 5ഉം ആണ്. കുറച്ച് ബിഗ് നമ്പേഴ്സാണ് അല്ലേ. ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻസ് 5ഉം 3ഉം ആണ്. കമ്പാരിറ്റീവ്ലി അത് ചെറിയ നമ്പേഴ്സാണ്. സോ നമുക്ക് വൈൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ സെയിം ആക്കാം. ഇക്വേഷൻ നമ്പർ 1 and 2 വൈൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷൻ നമ്പർ 1 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 2ലുള്ള വൈൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ് 3. അതേപോലെ ഇക്വേഷൻ നമ്പർ 2 ഇൻറ്റു ഇക്വേഷൻ നമ്പർ 1ലുള്ള വൈൻ്റെ കോഎഫിഷ്യൻ്റ് ദാറ്റ് ഇസ് 5. ഓക്കെ. That is 1 into 3. Equation number 1 is 8x plus 5y into 3 is equal to RHS 1500 into 3. Okay. Similarly, equation number 2 into 5. Equation number 2, 5x plus 3y into 5 is equal to 6450 into 5. Okay. Next solve ചെയ്യുക. 3 മൾട്ടിപ്ലൈ ചെയ്യുക. 8x into 3. 8 into 3 is 24. 24x plus 5y into 3. 5 into 3 is 15y equal to 10,500 into 3. 31520. Next 5x into 5. 5 into 5 25. Plus 3y into 5, 3 into 5 15 equal to 6450 into 5. 50. Okay. So equation number 3 and equation number 4 എന്ന് മാർക്ക് ചെയ്യാം. സോ ഇക്വേഷൻ നമ്പർ 3 and 4 ഇവിടെ വൈൻ്റെ കോഎഫിഷ്യൻ്റ് സെയിം ആണ് ആൻഡ് സെയിം സൈൻ ആണ് അല്ലേ. സോ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്യുക. ഇക്വേഷൻ നമ്പർ 3 minus 4 that is 24x plus 15y minus 25x plus 15y equal to 31,500 minus 32,250. നെക്സ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. മൈനസ് ഇൻറ്റു പ്ലസ് $31,500 minus 32,250 is equal to minus 750. 24x minus 25x. 24 minus 25 is minus 1x plus 15y minus 15y equal to 0 equal to minus 750. So minus and minus cancel ചെയ്താൽ x equal to 750 x rupees. So cost of each chair or cost of one chair is equal to rupees 750. Option A. Question number 7. If cos theta plus cos square theta is equal to 1, the value of sin square theta plus sin raised to 4 theta is. Options. So given cos theta plus cos square theta is equal to 1. Cos theta is equal to cos square theta na RHS like edutale plus cos square theta becomes minus alle, that is equal to 1 minus cos square theta. So we know that sin square theta plus cos square theta is equal to 1. Like trigonometric identity. Sin square theta is equal to cos square theta na RHS like edutale 1 minus
കോസ് സ്ക്വയർ തീറ്റ. 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ അല്ലേ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു sin square theta, okay, or sin square theta is equal to cos theta. Okay, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ റേസ് ടു 4 തീറ്റ. സൈൻ റേസ് ടു 4 തീറ്റന് നമുക്ക് എ റേസ് ടു 4 ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ അതേപോലെ സൈൻ റേസ് ടു 4 തീറ്റനെ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. സോ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ. കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഇസ് കോസ് സ്ക്വയർ തീറ്റ അല്ലേ. So cos theta plus cos square theta. Okay, but cos theta plus cos square theta is equal to 1. So this is equal to 1. That is sin square theta plus sin raised to 4 theta is equal to 1. Answer is option C. Question number 8. The decimal representation of 23 by 2 raised to 3 into 5 raised to 2 will be ടെർമിനേറ്റിംഗ് ആണോ നോൺ ടെർമിനേറ്റിംഗ് ആണോ എന്നുള്ളതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ. ഇപ്പോൾ ടെർമിനേറ്റിംഗ് ഡെസിമൽ ആണെങ്കിൽ, ടെർമിനേറ്റിംഗ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കണ്ടീഷൻ എന്തായിരിക്കും? ഡിനോമിനേറ്റർ ഒന്നുകിൽ 2 raised to n ഓർ 5 raised to m ഓർ ബോത്ത് 2 raised to n into 5 raised to m. ഈ ഫോമിലായിരിക്കും അല്ലേ. ടെർമിനേറ്റിംഗ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ആ റാഷണൽ നമ്പറിൻ്റെ ഡിനോമിനേറ്റർ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും. ഡിനോമിനേറ്ററിൽ 2 ഓർ 5 ഓർ ബോത്ത് ഈ പ്രൈം നമ്പേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഡിനോമിനേറ്റർ കമ്പയർ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ റാഷണൽ നമ്പർ ലീസ്റ്റ് ഫോമിലായിരിക്കണം അല്ലേ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ 23 ആണ് ന്യൂമറേറ്റർ, അതൊരു പ്രൈം നമ്പറാണ്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ വേറെ കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, ലീസ്റ്റ് ഫോമിലാണ്. ഇപ്പോൾ ഡിനോമിനേറ്റർ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോമിലാണെങ്കിൽ അതിന് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? 2 raised to 3 into 5 raised to 2 ആണ്. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം 2 raised to n into 5 raised to m അല്ലേ. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആണ്. Question number 9. The LCM of 2 raised to 3 into 3 raised to 2 and 2 raised to 2 into 3 raised to 3 is options. Okay. അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനെ എ ആൻഡ് ഇതിനെ നമുക്ക് ബി എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എ ഇസ് ഈക്വൽ ടു 2 raised to 3 into 3 raised to 2 and b is equal to 2 raised to 2 into 3 raised to 3. ഓക്കെ, നെക്സ്റ്റ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ എൽ സി എം ഓഫ് എ കോമ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എൽ സി എമ്മിൽ ഈ എ ആൻഡ് ബിയിലുള്ള എല്ലാ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രൊഡക്റ്റും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ എയിലുള്ള പ്രൈം ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2ഉം 3ഉം. സോ 2 into 3. ബിയിലുള്ളതും 2ഉം 3ഉം തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ പവർ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതിൻ്റെ പവർ എന്തായിരിക്കും? എ ആൻഡ് ബിയിലുള്ള ഹയസ്റ്റ് പവർ. ഇപ്പോൾ എയിൽ 2ൻ്റെ പവർ 3 ആണ്, ബിയിൽ 2ൻ്റെ പവർ 2 ആണ്. സോ ഇവിടെ ഹയസ്റ്റ് പവർ എന്താണ്? 3. സോ 2 raised to 3. എയിൽ 3ൻ്റെ പവർ 2 ആണ്, ബിയിൽ 3ൻ്റെ പവർ 3 ആണ്. സോ ഹയസ്റ്റ് പവർ എന്താണ്? 3. ഓക്കെ, സോ എൽ സി എം എസ് 2 raised to 3 into 3 raised to 3. ആൻസർ ഇസ് ഓപ്ഷൻ സി. Question number 10. The HCF of two numbers is 18 and their product is 12,960. Their LCM will be. അപ്പോൾ നമുക്ക് ഈ 2 നമ്പേഴ്സിനെ എ ആൻഡ് ബി എന്ന് അസ്യൂം ചെയ്താൽ വി നോ ദാറ്റ് HCF of a comma b into LCM of a comma b is equal to product of these two numbers, that is a into b അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഗിവൻ? HCF of two numbers is 18. So HCF of a comma b is 18 into their product is AB, A into B. A into B is equal to 12,960. So LCM ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. So into LCM of A comma B is equal to 12,960. So LCM is equal to
12,916. 18 RHSലേക്ക് എടുത്താൽ by 80 ഡിവൈഡ് ചെയ്താൽ ആൻസർ 720. ആൻസർ ഇസ് ഓപ്ഷൻ സി.